ഏതൊരു വിഷയത്തിലും സമവായം തന്നെയാണ്. ആ സമവായത്തിലൂടെ മാത്രമേ നമുക്ക് നഗരഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ കൗൺസിലർമാരുടെയും കക്ഷി നേതാക്കളുടെയും എല്ലാം ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേട്ടിരുന്ന പേര് സദാശിവൻ്റേതാണ്. തടമ്പാട്ട് താഴത്ത് നിന്നും വിജയിച്ച അദ്ദേഹം തന്നെയാണ് LDFിൻ്റെ ഔദ്യോഗിക മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്വാഭാവികമായും LDFിന് മേൽക്കെയുള്ള ഈ കോർപ്പറേഷനിൽ ഇത്തവണ നിയുക്ത മേയർ എന്ന് തന്നെ പറയാം. പക്ഷേ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും സദാശിവൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. അതിന് തന്നെ അഭിനന്ദനങ്ങൾ. അപ്രതീക്ഷിതമായൊരു ഇതാണ് വന്നിരിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ചും നിങ്ങൾ പറഞ്ഞ പോലെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്തയിൽ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാർട്ടിയും അതുപോലെ തന്നെ LDFും ഏൽപ്പിച്ചിട്ടുള്ള ഈ വലിയ ഉത്തരവാദിത്വം, വിശ്വാസം അത് പരിരക്ഷിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇനി അങ്ങോട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഒപ്പം തന്നെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഭരണപരിചയം മുൻപിലുണ്ട്. പാർട്ടി ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അതുകൂടി കണക്കിലെടുത്താണ്. പ്രത്യേകിച്ച് ഇത്തവണ കേവല ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യമാണ്. പ്രതിപക്ഷത്തെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും എനിക്ക് തോന്നുന്നു നഗരഭരണം എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷമില്ല. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ താല്പര്യങ്ങൾ, നഗരത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ, നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇതിലെല്ലാം ഒരു സമവായം ഉണ്ടാവണം. അക്കാര്യത്തിൽ സമവായം ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമം തീർച്ചയായിട്ടും അക്കാര്യത്തിൽ വിയോജിപ്പുണ്ടാവാനിടയില്ല. എന്നാൽ ചില വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായ ചില നിലപാടുകൾ അത് ചിലപ്പോൾ ഇതിന് വിഘാതമാവാറുണ്ട്. അത്തരം പ്രശ്നങ്ങളിലും ശരിയായതെന്ത് എന്നുള്ളത് ഒരു വിശകലനം ചെയ്ത് ചർച്ച ചെയ്ത് ഒരു ശരിമയിലേക്ക് എത്താൻ എല്ലാവർക്കും കൂട്ടായി തീരുമാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കും. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും യോജിക്കാൻ കഴിയുന്ന മേഖലകൾ എത്രമാത്രം ഉണ്ടോ അത്രയും അതൊന്ന് വിപുലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് മുന്നോട്ടുള്ള നഗരഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും മുന്നിലുള്ള വഴി. അത് എൻ്റെ ഭാഗത്തുനിന്ന്. ഈ ഭരണതന്ത്രത്തിൽ സമവായത്തിൻ്റെ പാതയായിരിക്കും സ്വീകരിക്കുക. തീർച്ചയായും ഭരണരംഗത്ത് സമവായം തന്നെയേ സാധ്യമാവും. ഏതൊരു വിഷയത്തിലും സമവായം തന്നെയാണ്. ആ സമവായത്തിലൂടെ മാത്രമേ നമുക്ക് നഗരഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തീർച്ചയായും അതിന് എൻ്റെ മുൻകൈയിൽ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും കോഴിക്കോട്ടെ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ കൗൺസിലർമാരുടെയും കക്ഷി നേതാക്കളുടെയും എല്ലാം ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. LDFിന് ചെറിയൊരു തിരിച്ചടി കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായിട്ടും അതിനെ ജനങ്ങൾ വിലയിരുത്തുന്നത് പല തട്ടിലാണ്. പ്രത്യേകിച്ച് പാളയം പച്ചക്കറി മാർക്കറ്റ് വിഷയത്തിൽ അത് തൊഴിലാളികളെ ബോധ്യപ്പെടുത്താനായില്ല, സെൻട്രൽ മാർക്കറ്റ് പോലുള്ള വിഷയം എന്നുള്ളതാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. അത് വലിയൊരു പിഴവായി പോയോ എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പാളയം പച്ചക്കറി മാർക്കറ്റിൻ്റെ മാത്രം വിഷയമല്ല, ഈ പരാജയത്തിന് പൊതുവായ ചില വിഷയങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നുണ്ടാവും. അതെനിക്ക് തോന്നുന്നു ഞാനല്ല, അത് പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വമാണ് ആ കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടി ആ കാര്യങ്ങൾ വിശദമാക്കും. പക്ഷേ ഒറ്റപ്പെട്ട ചില സംഗതികളെല്ലാം ചില പ്രദേശങ്ങളിലോ വാർഡുകളിലോ ഉണ്ടായിട്ടുണ്ടാവാം. അതെന്താണ് എന്നുള്ളത് സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഈ കാര്യത്തിലൊന്നും പറയാൻ ഇപ്പം സാധ്യമല്ല. പക്ഷേ അപ്പോഴും ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് പോലുള്ള, ഒപ്പം തന്നെ സെൻട്രൽ മാർക്കറ്റ് പോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനി എങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചത്? അത് ഇപ്പം നിലവിൽ ഏറെക്കുറെ പ്രശ്നങ്ങളന്ന് ചർച്ച ചെയ്ത് നിരവധി തവണ ചർച്ചയിലൂടെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും മനസ്സിലാക്കുന്ന കുറേയേറെ ആളുകൾക്ക് ഇപ്പോഴും അതിനോട് താതാത്മ്യപ്പെട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രശ്നം മനസ്സിലാക്കി അവരുമായി ഇരുന്ന് പ്രശ്നം സംസാരിച്ച് എങ്ങനെ അതിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും ഗൗരവമായിട്ട് ആലോചിക്കും. അതിന് കോർപ്പറേഷൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണാനൊരു ശ്രമം നടത്തും. അങ്ങ് ഇനി മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും കക്ഷി നിലയനുസരിച്ച് അങ്ങ് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ളത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് മറ്റ് പദ്ധതികൾ, ക്ഷേമ പദ്ധതികളായാലും ജനകീയ വികസന പദ്ധതികൾ ഏത് തരത്തിലുള്ളവയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ കോഴിക്കോട് കോർപ്പറേഷന് ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുള്ളതും അതുപോലെ നടപ്പിലാക്കാൻ പോകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. അത് എല്ലാ മേഖലയിലുമുണ്ട്. പിന്നെ നഗരത്തിൻ്റെ ശുചിത്വ രംഗത്താണെങ്കിലുണ്ട്, അതേപോലെ തന്നെ നഗരത്തിൻ്റെ വികസന രംഗത്തുണ്ട്. വലിയ വലിയ പ്രോജക്റ്റുകളുണ്ട് നമുക്ക് നടപ്പിലാക്കാൻ. ടാഗോർ സെൻട്രൽ ഹാളുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇങ്ങനെ ഒട്ടേറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകലും അതിൻ്റെ പൂർത്തീകരണവുമാണ്. അതോടൊപ്പം നമ്മുടെ നഗരത്തിന് ഭാവിയിൽ ആവശ്യമായി വരുന്ന മേഖലകളിലെ വികസനം അതിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തും.
ആ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായി. സമവായത്തിൻ്റെ പാതയിലൂടെയുള്ളൊരു വികസന നായകനായി കോഴിക്കോട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സദാശിവനാണ് ഇനി മേയർ സ്ഥാനാർത്ഥിയായി LDF നിയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് പങ്കുവച്ചത്. ഒപ്പം തന്നെ സമവായത്തിൻ്റെ പാതയിലൂടെയായിരിക്കും മേയറായി കഴിഞ്ഞാൽ ഈ ഒരു ഭരണത്തെ കൊണ്ടുപോവുക എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.